നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സൗദിയുമായി എയർ ബബിൾ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ ശ്രമം ഊർജിതമാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനായി സൗദിയിലെ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സൗദി അധികൃതരുമായി തുടർ ചർച്ചകൾ നടന്നുവരുന്നതായി അധികൃതർ വ്യക്തമാക്കി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൗദി സിവിൽ ഏവിയേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ തുടർ ചർച്ചയായി അംബാസിഡർ സൗദിയുമായി വീണ്ടും കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി. ഉടൻ തന്നെ പ്രവാസികൾക്ക് ആശ്വാസമായി അനുകൂല തീരുമാനം സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും പറഞ്ഞു. വിമാന സർവീസ് പുനരാരംഭിക്കുക, എയർ ഇന്ത്യയുമായി എയർ ബബിൾ കരാർ ഒപ്പുവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് പുരോഗമിച്ചു വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സൗദ് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി അബ്ദുൽ ഹാദി മൻസൂരിയുമായും കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 3 ആഴ്ചയായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനായി സിവിൽ ഏവിയേഷൻ, വിദേശകാര്യ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഇതിന്റെ തുടർച്ചയായാണ് അംബാസിഡർ ഗാഗ മേധാവിയുമായി ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ ആഴ്ച എംബസി നടത്തിയ ചർച്ചയുടെ ഫലമായി ആദ്യഘട്ടമെന്നോണം ആരോഗ്യ പ്രവർത്തകർക്ക് സൗദിയിലേക്ക് പ്രവേശനം നൽകുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും എംബസി സൗദി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയത്. എയർ ബബിൾ കരാർ യാഥാർത്ഥ്യമാകാൻ വേണ്ട നടപടികൾ ഇരു രാജ്യങ്ങളും പ്രാഥമികമായി കൈക്കൊണ്ടതായാണ് സൂചന. അതേസമയം ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കാത്തിരുന്ന പ്രവാസികൾക്ക് നിരാശ നൽകി ആഭ്യന്തര മന്ത്രാലയം ട്വീറ്റ് നൽകുകയുണ്ടായി. ഡിസംബർ 1 പ്രഖ്യാപനമുണ്ടാകുമെന്ന സൗദി അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും തൽക്കാലം ഇത് സംബന്ധമായി പിന്നീട് അറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ഇന്നലെയോ ഇന്നോ അനുകൂല പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾ പുതിയ തീരുമാനത്തോടെ ഇനി ഇന്ത്യ സൗദി എയർ ബബിൾ കരാറിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. നിലവിൽ സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമല്ല. മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർ ഒഴികെയുള്ള ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലേക്ക് പ്രവേശനവും അനുവദിക്കുന്നില്ല. 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നവർക്ക് പ്രവേശന വിലക്കുള്ളതിനാൽ തന്നെ ദുബായിലെത്തിയ ശേഷം 14 ദിവസം ഇവിടെ തങ്ങി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാണ് സൗദിയിലേക്കുള്ള അത്യാവശ്യക്കാർ എത്തിച്ചേരുന്നത്. ഇത് പ്രവാസികളെ കൂടുതൽ വലയിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.